ഈ പഞ്ചപാണ്ഡവന്മാർ ഇന്ദ്രപ്രസ്ഥത്തിൽ കഴിയുമ്പോൾ അതിൽ ഈ അസൂയ മൂത്ത കൗരവന്മാര് ദുര്യോധനന്റെ നേതൃത്വത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്നതും അവിടെ ചെന്ന് അബദ്ധം പിണയുന്നതും നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ സഭാപ്രവേശം എന്ന് പറയുന്ന തുള്ളലിൽ എഴുതിയിട്ടുണ്ട്. അത് അതിഗംഭീരമായി വർണ്ണിച്ചിട്ടുണ്ട്. ഈ വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് ചെന്നപ്പോൾ അത് വെള്ളമുണ്ടെന്ന് തോന്നിക്കും. സ്ഥലജലഭ്രമം, വസ്ത്രങ്ങളെല്ലാം ചരച്ച് കയറ്റി എന്നാണ് നമ്പ്യാർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുറേ ദൂരം അങ്ങനെ വസ്ത്രങ്ങളെല്ലാം ചരച്ച് കയറ്റി പോകുമ്പോൾ അബദ്ധം മനസ്സിലാകും. പിന്നീട് യഥാർത്ഥത്തിൽ വെള്ളമുള്ള സ്ഥലത്ത് ചെന്നപ്പോൾ വെള്ളമില്ലെന്ന് വിചാരിച്ച് ഈ ദുര്യോധനാദികളെല്ലാം കൂടി വെള്ളത്തിൽ വീഴുകയാണ്. അങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്നതാണ്. തങ്ങൾക്കൊട്ടും കുറവില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി വന്ന ദുര്യോധനാദികളുടെ ഈ മേക്കപ്പ് എല്ലാം വെള്ളത്തിലേക്ക് അങ്ങ് ഇഴുകി അങ്ങ് ഇറങ്ങുകയാണ്. അതൊക്കെ നമ്പ്യാർ നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ഇത് എന്താ ഇപ്പം പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതേ അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ കാര്യം. ഇവരെ പറ്റി പറയാതിരിക്കുന്നതാണ് നല്ലത്. പണ്ടൊരു പറച്ചിലില്ലേ, എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാകത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ഇവരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയാം. നായുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും അത് കുഴലെടുത്ത് കഴിയുമ്പോഴും പിന്നെയും വളഞ്ഞിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ്. കോൺഗ്രസ്സുകാരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ എന്തോ ജംബോ പട്ടിക വന്നെന്നും അതിൽ പേര് വന്നവർ എനിക്കിനി ആനന്ദലബ്ധിക്കിനി എന്ത് വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ തിമിർത്ത് തുള്ളിച്ചാടി നടക്കുകയാണ്. നാട് മുഴുവൻ ഫ്ലെക്സ് വയ്ക്കുകയാണ്. അവർ തന്നെ പൈസ മുടക്കും. അവർ തന്നെ രാത്രി കാലങ്ങളിൽ വേഷം മാറി കൊണ്ടുപോയി വെക്കുകയും ചെയ്യും. കിട്ടാത്തവരും മുറുമുറുപ്പും. അതിനിടയിലൂടെയാണ് അവർക്ക് എന്തോ ഒരു ചെറിയൊരു വിഷയം കിട്ടി. ശബരിമല മുഴുവന് CPM-ന്റെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിമാര് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഉന്നതന്മാരുടെ ബന്ധമൊക്കെ ഉണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും വെളിപ്പെടുത്തി. എന്നിട്ടും കേരളത്തിലെ കോൺഗ്രസ് ഉണ്ണാക്കന്മാര് മിണ്ടാതിരിക്കുക. ആകെ ചെയ്ത ഒരു കാര്യം, ഒരു വിശ്വാസ സംരക്ഷണ സംഗമം ശബരിമല ഒരു യാത്ര നടത്തി. അത് പന്തളത്താണ് യാത്ര അവസാനിപ്പിച്ചത്. എന്തോ ഉണ്ടാക്കി നേട്ടം എന്നുള്ളത് ചോദിച്ചാൽ ഒന്നുമില്ല. കോൺഗ്രസിനകത്തെ കുറച്ച് അഴകുഴമ്പന്മാരെ അണിഞ്ഞൊരുങ്ങി അങ്ങനെ ആ വിശ്വാസ സംരക്ഷണ ജാഥയിലേക്ക് തെള്ളിക്കേറി വരികയാണ്. കോൺഗ്രസ്സുകാരുടെ കാര്യം അറിയാമല്ലോ. മൈക്ക് കണ്ടാലും ക്യാമറ കണ്ടാലും പെട്ടിയെടുപ്പുകാരൻ വരെ പ്രധാന നേതാവിനെ തള്ളി മാറ്റി തോളത്തൂടെ ഇടിച്ച് കയറുന്ന രംഗങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ടാണല്ലോ അവരുടെ ഈ യോഗ സ്ഥലങ്ങളിലൊക്കെ സ്റ്റേജുകൾ പലപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. വിശ്വാസ സംരക്ഷണ സംഗമ ജാഥയിലും അത് ഉണ്ടായി എന്നാണ് അറിയുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് എപ്പോഴും ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഏതെങ്കിലും ഒരു വേദിയിൽ 5 കസേര കാണും. 5 പേരായിരിക്കും പ്രസംഗിക്കുന്നത്. പക്ഷെ 500 പേര് വേദിയിലുണ്ടാകും. ഒരു താൽക്കാലിക സ്റ്റേജാണ് കെട്ടിയിടുന്നത്. 500 പേര് സ്റ്റേജിലുണ്ടാകും. ഇത്രയും ഒരു അച്ചടക്കമില്ലാത്ത ഒരു പാർട്ടി നമുക്ക് വേറെ കണ്ടു കിട്ടാൻ കഴിയില്ല. എല്ലാവർക്കും അവരവരുടെ തടിക്കൊഴുപ്പ് കാണിക്കണം. കതറും ഒക്കെ ഇട്ട് മുഖത്തൊരു അരട്ടിൻ പൗഡറും അങ്ങോട്ടിട്ട് വെളുക്ക ചിരിച്ച് ഇങ്ങനെ നടക്കുക, അമൂൽ ബേബികളെ പോലെ. ഇതാണ് കോൺഗ്രസ്സുകാർ. ശബരിമല വിഷയത്തിൽ അവരെന്ത് ചെയ്തു? കെ മുരളീധരനെ പോലുള്ള ഒരാള് നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഇത് നയിക്കാനായിട്ട് മുരളീധരൻ ഇടയ്ക്കങ്ങ് പോയി. ഗുരുവായൂർ ദർശനം നടത്താനെന്നുള്ള രീതിയിൽ അങ്ങ് പോയി. എല്ലാ മലയാള മാസവും 1-ാം തീയതി. അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ആ ഒരു പാരമ്പര്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
കരുണാകരൻ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, എല്ലാ മലയാള മാസം 1-ാം തീയതി ഗുരുവായൂരെത്തിയിരിക്കും. കരുണാകരനെ കാണണമെന്നുള്ളൊരു തലേ ദിവസം വൈകിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയോ ഗുരുവായൂരെത്തും. പിന്നെ കുറച്ച് സിൽബന്തികളും പരിവാരങ്ങളും ഒക്കെ ഉണ്ട് കരുണാകരനവിടെ. കോൺഗ്രസിന്റെ ഒരു വലിയ മീറ്റിംഗ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പോലും കരുണാകരന് ആ മലയാള മാസ സമയം 1-ാം തീയതി അടുപ്പിച്ചാണ് വന്നത്. ഇന്ദിരാഗാന്ധി പ്രത്യേക അനുമതി കൊടുത്തു കരുണാകരന് ഗുരുവായൂരിലേക്ക് പോകാനുള്ള. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ പാരമ്പര്യമൊക്കെ മകൻ മുരളീധരനും ഇപ്പൊ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നല്ലത് തന്നെ, കൃഷ്ണന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ. പക്ഷേ ഈ ഗുരുവായൂർ ദർശനം നടത്തി മുരളീധരൻ ഇങ്ങ് തിരുവനന്തപുരത്തേക്ക് വരാൻ ആണ് ഇരുന്നത്. പക്ഷേ നേതൃത്വം മുഴുവൻ KPCC അധ്യക്ഷൻ സഹിതം പിന്നാലെ നടന്നു. ഈ സംഗമത്തിൻ്റെ സമാപനത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ KPCC അധ്യക്ഷന്റെ ആ ഒരു നിർബന്ധത്തിന് മാത്രം വഴങ്ങിയാണ് മുരളീധരൻ പന്തളത്തേക്ക് വന്നത്. ഇല്ലെന്നുണ്ടായിരുന്നെങ്കിൽ മുരളീധരൻ അങ്ങ് പോയേനെ. കാരണം മുരളീധരന്റെ പട്ടിക ഈ പുനഃസംഘടനയിൽ വന്നിട്ടില്ല. ആ പട്ടിക ഉറപ്പുവരുത്തിയിട്ടാണ് മുരളീധരൻ പന്തളത്തേക്ക് വന്നത്. ഇത് മുരളീധരനെയും മുരളീധരന്റെ അനുയായികളെ ഒതുക്കുന്നത് KC വേണുഗോപാൽ എന്ന് പറയുന്ന ഹൈക്കമാൻഡാണ്. KC വേണുഗോപാൽ കുറെ നാളായിട്ട് മുരളീധരനെ ഒതുക്കാൻ നോക്കുകയാണ്. മുരളീധരൻ എത്ര ഭംഗിയായിട്ട് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലം പിടിച്ചെടുത്ത് ആ മണ്ഡലം കൈവെള്ളയിൽ കൊണ്ട് നടന്നതല്ലേ. ഉടനെ വടകരയ്ക്ക് വിട്ടു. വടകരയിൽ നിന്ന് നേമത്തേക്ക് കൊണ്ടുവന്നു. നേമത്ത് നിന്ന് വടകരയിൽ ചെന്ന് വീണ്ടും പ്രവർത്തനം തുടങ്ങാനിരുന്നപ്പോൾ ഉണ്ട് വീണ്ടും തൃശ്ശൂർക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ കോൺഗ്രസിന്റെ ഒരു രക്ഷകൻ എന്ന മട്ടിൽ എങ്ങനെ ഒതുക്കാം എന്നുള്ളതാണ്. ഒടുവിൽ എന്തു പറ്റി? വട്ടിയൂർക്കാവ് CPMന്റെ കയ്യിൽ, ആണുങ്ങളുടെ കയ്യിലായി പോവുകയും ചെയ്തു. ഇത് കോൺഗ്രസ്സുകാർക്ക് പറ്റിയ വലിയ ദുരന്തമല്ലേ? കോന്നി എന്താ സംഭവിച്ചത്? നല്ല പ്രഗത്ഭനായ കോൺഗ്രസിലെ ഒരു MLA മന്ത്രിയും ആയിരുന്നല്ലോ അടൂർ പ്രകാശ്. അടൂർ പ്രകാശിനെ എടുത്ത് ആറ്റിങ്ങൽ കൊണ്ടുവന്നു. 2019 എന്തോ ദേശീയ തലത്തിൽ കോൺഗ്രസ് അങ്ങ് ഒലത്തുവെന്നും പറഞ്ഞു. എന്നിട്ട് എന്തോ ഉണ്ടായി? ഒന്നും ഉണ്ടായില്ല. പപ്പുമോൻ പഴയതുപോലെ അനാഥനായിട്ട് ഇങ്ങനെ നടക്കുന്നു. എന്നിട്ട് കേന്ദ്രത്തിൽ എന്തൊക്കെയോ തരുമെന്നും പറഞ്ഞുകൊണ്ട് ഒന്നും തന്നില്ല. അടൂർ പ്രകാശ് 2 തവണയും ആറ്റിങ്ങലിൽ നിന്ന് ജയിച്ചു പോയി. അതുകൊണ്ട് എന്ത് പറ്റി? കോന്നി നിയമസഭാ മണ്ഡലം അതും CPMലെ ആണുങ്ങളുടെ കയ്യിലായിപ്പോയി. നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞ് കോപി തൊടുക, അതാണ് വേണ്ടത്. കയ്യിലിരിക്കുന്നത് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ അറിയുന്നില്ല. എന്നാൽ എന്ത്? ജംബോ പട്ടികയിൽ ഞാൻ വന്നല്ലോ, നീ വന്നില്ലല്ലോ. ഇതാണ് കോൺഗ്രസ്സുകാരുടെ കാര്യം. കോൺഗ്രസ് എന്ന് പറയുന്നത് അതാണ്. ഈ നന്നാകത്തില്ല. ഈ പന്തളത്ത് നടന്ന വിശ്വാസ സംരക്ഷണ സംഗമം എന്ന് പറയുന്നത് അത് കണ്ടവർക്കൊക്കെ ചിരിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദുര്യോധനാദികള് കൗരവ പാണ്ഡവരുടെ സഭയിലേക്ക് പ്രവേശിക്കുന്ന അതേ അവസ്ഥ തന്നെ ആയിരുന്നു. ദുര്യോധനൻ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് പോലെ വേണം നിങ്ങളെല്ലാം ചെയ്യാൻ, നിങ്ങൾ ഒരബദ്ധത്തിലേക്കും ചെന്ന് ചാടല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ചെയ്യുന്നത് പോലെ ഒക്കെ തന്നെ വേണം നിങ്ങളും ചെയ്യാനെന്ന് പറഞ്ഞ് വെള്ളമില്ലാത്ത സ്ഥലത്ത് ചെന്നപ്പോൾ വസ്ത്രങ്ങളെല്ലാം ചരച്ച് മേലെ കയറ്റി. അങ്ങനെ ചരച്ച് കയറ്റി അതുപോലെ തന്നെ ബാക്കിയുള്ളവരും ചെയ്തു. ഇതുപോലുള്ള ഒരു ഹാസ്യ പരിപാടിയായിരുന്നു പന്തളത്ത് നടന്നത്. നാണം കെട്ട് നാറിയില്ലേ? നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം? നിങ്ങൾക്ക് 2026 എന്നല്ല ഒരു കാലത്തും കേരളത്തിൽ ഭരണം പിടിക്കാൻ പോകുന്നില്ല. നിങ്ങൾ അധികാരത്തിൽ വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരെ ആദ്യം തല്ലണം. കേരളത്തിൽ നിങ്ങൾക്ക് അധികാരത്തിൽ വരണമെന്നുമില്ല. എന്തായാലും നിങ്ങൾ സ്വയം പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മുരളീധരനെ തകർക്കാൻ KC വേണുഗോപാലിന്റെ ഒരുക്കം, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.